ധനമന്ത്രി തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ വികസനത്തിന് അതിരുകളില്ല. നരേന്ദ്രമോദി സർക്കാരിൻ്റെ, ഇന്ത്യ സർക്കാരിൻ്റെ വികസനത്തിന് യാതൊരു പരിധിയും നിശ്ചയിക്കാൻ കഴിയില്ല. അത്തരത്തിൽ ഒരു ഭരണ തുടർച്ചയുടെ സാധ്യതകൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് നമുക്ക് ധനമന്ത്രി അവതരിപ്പിച്ചതെന്ന് പറയാൻ സാധിക്കും. അത് ഏതെങ്കിലും ഒരു മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ളതല്ല, സർവ്വമേഖലയും സ്പർശിച്ചുകൊണ്ട് സർവ്വമേഖലയും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ജനകീയ ബഡ്ജറ്റ് എന്ന് തന്നെയാണ് പൊതുസമൂഹം, പൊതുജനത ഇതിനെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ഒരു ബഡ്ജറ്റിനെ താങ്കൾ വിലയിരുത്തുന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ നിർമ്മല സീതാരാമൻ്റെ 6ാമത്തെ ബഡ്ജറ്റ്, 2ാം അവസാനത്തെ ബഡ്ജറ്റ്, അതാണ് നമ്മുടെ ധനമന്ത്രി ഇന്ന് ലോകസഭയിൽ അവതരിപ്പിച്ചത്. സത്യത്തിൽ ഈ ബജറ്റിലൂടെ ഒരു വികസിത ഭാരതത്തിൻ്റെ സൃഷ്ടിയുടെ മാസ്റ്റർ പ്ലാനാണ്, റോഡ് മാപ്പാണ് സത്യത്തിൽ ഇന്ന് അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ലോകത്തിലെ ഏറ്റവും വികസിത രാഷ്ട്രമായിട്ട് ഭാരതം മാറാൻ പോകുന്നു എന്നുള്ളത് കേവലം ആഗ്രഹപ്രകടനം മാത്രമല്ല, കഴിഞ്ഞ 9 വർഷക്കാലത്തെ സാമ്പത്തിക രംഗത്ത് നടത്തിയ ശ്രദ്ധേയമായ പരിഷ്കാരങ്ങളിലൂടെ, പദ്ധതികളിലൂടെ അത് സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്ന് 9 വർഷത്തെ റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ടാണ് അവർ വികസിത ഭാരതത്തിലേക്കാണ് ഭാരതം നീങ്ങുന്നത് എന്ന് സൂചിപ്പിച്ചത്. ഇപ്പോൾ ഉദാഹരണത്തിന് പഴയ കാലത്ത് നമ്മുടെ സാമ്പത്തികമായിട്ട് ദുർബലമായ 5 രാഷ്ട്രങ്ങളിൽ ഒന്നായിരുന്നു ഭാരതമെങ്കിൽ ഇന്ന് ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഭാരതം മാറിയിരിക്കുന്നു. സത്യത്തിൽ ഇന്നത്തെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് അവർ ഊന്നി പറയുന്നുണ്ട്. നമ്മുടെ മൊത്തം GDP എന്ന് പറയുന്നത് $4 ട്രില്യൺ. അത് നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ $5 ട്രില്യൺ മാറണമെന്നുള്ളതാണ്. അതിലേക്ക് ഏതാണ്ട് എത്തിയിരിക്കുകയാണ്. അതായത് ഇനി ഒരു വർഷത്തിനുള്ളിൽ രാഷ്ട്രം 3ാമത്തെ ലോകത്തിലെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും. തീർച്ചയായും നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് ലോകത്തിലെ 1ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഭാരതം മാറാൻ പോകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് ഇന്ന് ധനമന്ത്രി തൻ്റെ ഇടക്കാല ബഡ്ജറ്റിലൂടെ ലോകസഭയിൽ അവതരിപ്പിച്ചത്. മാത്രമല്ല നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരെ ശക്തിപ്പെട്ടിരിക്കുകയാണ്. മറിച്ച് നാം നോക്കണം, നമ്മൾ വലിയ വലിയ പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. കൊറോണ പോലുള്ള മാരക രോഗങ്ങൾ, മാറാരോഗങ്ങൾ, മാത്രമല്ല ആഗോളതലത്തിലുള്ള ഉക്രൈൻ റഷ്യൻ യുദ്ധം, അതുപോലെ ഇപ്പം പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം, ഇതൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായി ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളും സാമ്പത്തികമായിട്ട് ദുർബലമായി കൊണ്ടിരിക്കുകയാണ്. സാമ്പത്തിക തകർച്ചയും മാന്ദ്യവും നേരിടുകയാണ്. ആ സമയത്താണ് ഭാരതം സാമ്പത്തിക രംഗത്ത് വലിയ ശക്തിയായിട്ട് കുതിച്ച് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ വിദേശ നാണ്യ ശേഖരം അത് 4,50,000 ഉയർന്നിരിക്കുകയാണ്. ഇത് സർവകാല റെക്കോർഡാണ്. മാത്രമല്ല നമ്മുടെ ഭക്ഷ്യോൽപാദനം ഏതാണ്ട് 360-370 ദശലക്ഷം ടൺ കടന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ ഭക്ഷ്യരംഗത്ത് ഇനി ആരും ബുദ്ധിമുട്ടേണ്ടതില്ല, നാം സ്വയം പര്യാപ്തത കൈവരിച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ ധനമന്ത്രി ഇന്ന് പറഞ്ഞത്. ഇപ്പം ഭക്ഷ്യോൽപാദനം വർദ്ധിക്കുന്നു, അതിൽ സ്വയം പര്യാപ്തത നേടുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ GDPയുടെ 18-19% വിഹിതം വരുന്നത് കാർഷിക മേഖലയിൽ നിന്നാണ്. കാർഷിക മേഖലയിൽ ഭാരതം ശക്തിപ്പെടുന്നു എന്നുള്ളതാണ് അതൊന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല കാർഷിക മേഖല ശക്തിപ്പെടുന്ന സമയത്ത് ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടും, അവിടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു, നമ്മുടെ കർഷകന്മാർക്ക് വരുമാനം വർദ്ധിക്കുന്നു. ഇതെല്ലാം നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഒരു കാര്യം, നമുക്ക് ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നികുതി പിരിവ് പ്രതീക്ഷിച്ചതിലും കൂടുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മൾ നികുതി പിരിവ് എത്രയാണോ പ്രതീക്ഷിച്ചത് അതിൽ നിന്നും വലിയ മുന്നോട്ട് പോയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മുടെ സാമ്പത്തിക വർഷം 21-22 സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ഉദ്ദേശിച്ച നികുതി 15,93,000
15,45,000 കോടിയായിരുന്നു 21-22 സാമ്പത്തിക വർഷത്തിൽ നാം പിരിച്ചെടുക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന നികുതി. പക്ഷേ അത് നമ്മൾ 19 ലക്ഷം കോടിയായി ഉയർന്നിരിക്കുകയാണ്. പ്രതീക്ഷിച്ചതിലും കൂടുതൽ നികുതി പിരിക്കാൻ സാധിച്ചു. നമ്മൾ 22-23 വർഷത്തിൽ നാം പ്രതീക്ഷിച്ചത് 19,24 കോടി നികുതി പിരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പക്ഷേ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ നാം പിരിച്ചെടുത്തത് 23 ലക്ഷം കോടി രൂപയാണ്. ഇപ്പോൾ 23-24 അതായത് നടപ്പ് സാമ്പത്തിക വർഷം നമ്മൾ 23,30,000 കോടി രൂപ നികുതി പിരിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നമുക്ക് ലഭിക്കാനുണ്ട്. നമ്മുടെ ഇങ്ങനെ നികുതി പ്രതീക്ഷിച്ചതിലും കൂടുതൽ പിരിക്കാൻ സാധിക്കുന്നു എന്ന് പറയുമ്പം രാഷ്ട്രം വളർച്ചയുടെ പാതയിലാണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ബഡ്ജറ്റിൽ പിരിച്ചെടുക്കും എന്ന് പറഞ്ഞിരുന്ന നികുതിയിൽ 26,000-30,000 കോടി പിരിച്ചെടുക്കാതിരിക്കുന്നതിനെ സംബന്ധിച്ച് നമ്മുടെ AG വലിയ ആരോപണം ഉന്നയിക്കുന്ന ഒരു സമയത്താണ് ഭാരതം കേന്ദ്രം അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ നികുതി പിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോഴേ 2024 ജനുവരിയിൽ നമ്മുടെ GST നികുതി ഏതാണ്ട് 1,77,000 കോടിയായിട്ട് ഉയർന്നിട്ടുണ്ട്. ഈ GST കൂടുക എന്ന് പറയുമ്പം ഉൽപ്പാദനം കൂടുന്നു, അതുപോലെ തന്നെ കച്ചവടം നടക്കുന്നു, ഇതെല്ലാം. അപ്പോൾ ഇതിൽ ഒരു വലിയ സമ്പദ് വ്യവസ്ഥ, ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുന്നു എന്നുള്ളതാണ് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രതിഫലനം, ഇതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ്? ഈ ബഡ്ജറ്റിൽ നമ്മുടെ ഊന്നൽ നൽകിയിട്ടുള്ളത് ധനമന്ത്രി പറയുകയുണ്ടായി. പ്രധാനമന്ത്രി പ്രധാനമായിട്ടും അവരുടെ എല്ലാ പ്രസംഗത്തിലും, അത് സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലായാലും ശരി, എല്ലാ പ്രസംഗത്തിലും പ്രധാനമന്ത്രി ഊന്നൽ നൽകുന്നത് 1 ദരിദ്രർക്കാണ്, 2 സ്ത്രീകൾക്കാണ്, 3 യുവാക്കൾക്കാണ്. നമ്മുടെ ധനമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അന്നദാതാവായിട്ടുള്ള കർഷകർക്കാണ് പിന്നീട് നാം ഊന്നൽ നൽകുന്നത്. ഈ മാത്രമല്ല നമ്മുടെ ഈ സാമ്പത്തിക തത്വശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകത സർവാംഗീണവും സർവാശ്ലേഷിയുമായിട്ടുള്ള വളർച്ചയാണ് നാം മുന്നിൽ കാണുന്നത്. ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം, എല്ലാ മേഖലയിലും നോക്കൂ നിങ്ങൾ. ഈ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, ഇത് കേവലം നമ്മുടെ വികസനത്തിൻ്റെ ഒരു മന്ത്രമാണ്. നോക്കൂ, നമ്മുടെ എല്ലാ മേഖലയെയും അല്ലെങ്കിൽ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കാൻ ഈ ഗവൺമെൻറ് തയ്യാറായി എന്നുള്ളതാണ്. ശ്രദ്ധേയമായ ഒരു കണക്ക് ധനമന്ത്രി പറയുകയുണ്ടായി. നമ്മുടെ പെട്ടിക്കടക്കാർ, തട്ടുകടക്കാർ, ഏതാണ്ട് 72 ലക്ഷം തട്ടുകടക്കാർക്ക് വായ്പ കൊടുത്തു ഇതുവരെ. ഇനി അതാണ് സ്വനിധി എന്ന് പറയുന്ന പദ്ധതി. നമ്മുടെ തട്ടുകടക്കാരെ പോലും കൂട്ടി നിർത്തുന്നു. എല്ലാ ഒരു വിഭാഗത്തെയും നമ്മൾ മാറ്റി നിർത്തുന്നില്ല. എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് അവരുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത്. ഇപ്പം ദരിദ്രക്കെന്ന് പറയുമ്പം പ്രസംഗമല്ല, 25 കോടി പാവപ്പെട്ടവരെയാണ് ദാരിദ്ര്യത്തിൽ നിന്നും ഉയർത്തിക്കൊണ്ടുവന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പരാശക്തിക്ക് നൽകുന്ന ആരതിയും അർച്ചനയുമാണ് ഭരണം എന്നുള്ളതാണ് ഭാരതീയ സങ്കല്പം. ഇവിടെ നോക്കൂ, 25 കോടി പാവപ്പെട്ടവരാണ് ഈ 9.5 വർഷത്തിനുള്ളിൽ ഈ ദാരിദ്ര്യത്തിൽ നിന്നും നമുക്ക് കരകയറ്റാൻ സാധിച്ചത്. ഇതിലും വലിയ നേട്ടം എന്താ ഉള്ളത്? മാത്രമല്ല എല്ലാ യുവാക്കന്മാർക്ക് അവരുടെ കരങ്ങളിലേക്ക് തൊഴിലെത്തിക്കാൻ സാധിച്ചു. അവർക്ക് സ്വയം സംരംഭങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട് 43 കോടി യുവാക്കൾക്കാണ് ഈ മുദ്രാ ലോണിലൂടെ വായ്പ നൽകിയിട്ടുള്ളത്. അതിൽ 43 കോടി ആളുകൾക്ക് മുദ്രാ വായ്പ നൽകിയപ്പോൾ അതിൽ 30 കോടിയും സ്ത്രീകൾക്കാണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ ഈ SHG എന്ന് പറയുന്നുണ്ടല്ലോ, ഈ സ്വാശ്രയ സംഘങ്ങൾ, അത് 1 കോടി സ്വാശ്രയ സംഘങ്ങൾ ഇന്ത്യയിലുണ്ട്. 10 കോടി സ്ത്രീകളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ 1 കോടി സ്ത്രീകൾ സ്വയം സംരംഭകരായിട്ട് മുന്നോട്ട് വന്നു. അവർക്ക് കേന്ദ്ര സർക്കാർ വായ്പ കൊടുത്തു. അവർ ലാഖ്പതി ദീദിയായി മാറി, അതായത് ലക്ഷങ്ങൾ വരുമാനമുള്ളവരായി മാറി. ഇപ്പോൾ ആ അതിലേക്ക് ഇനിയും 3 കോടി സ്ത്രീകളെ ഈ രീതിയിൽ സംരംഭകരായിട്ട് മുന്നോട്ട് വരാൻ, അവർക്ക് സംരംഭകരായി മാറ്റാനുള്ള പദ്ധതിയും ഈ ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ സ്ത്രീകൾക്ക്
33% സംവരണം ലോകസഭയിലും നിയമസഭയിലും പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയ ശാക്തീകരണം, അതുപോലെ സാമൂഹികവും സാമ്പത്തികവുമായിട്ട് സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതി, അതിന് നടപടികൾ ഈ ഗവൺമെൻറ് 9.5 വർഷം നടപ്പാക്കി. ഇനിയും കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖലയിൽ റെക്കോർഡ് ഉൽപ്പാദനമാണ് നടക്കുന്നത്. എല്ലാവിധ ഇപ്പോഴത്തെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നമ്മുടെ കാർഷിക മേഖലയിൽ നടപ്പാക്കിക്കൊണ്ട് ഓരോ കർഷകൻ്റെയും വരുമാനം 2 മടങ്ങ് വർദ്ധിപ്പിക്കാനാണ് ഗവൺമെൻറ് ശ്രമിച്ചിട്ടുള്ളത്. അത് വിജയം കണ്ടെത്തിയിരിക്കുന്നു. കാരണം ഇത്രയും വലിയ വർധനവ് മാത്രമല്ല, നമ്മുടെ ഇക്കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നു. നമ്മൾ നേരത്തെ പറയാറുണ്ട്, നമ്മുടെ പഴയ കാലത്തുള്ള വലിയ മുദ്രാവാക്യം ഗ്രീൻ റെവല്യൂഷൻ. ഈ ഗവൺമെൻറ് ഗ്രീൻ റെവല്യൂഷൻ, ഹരിത വിപ്ലവം ഇതാ 9 വർഷം കൊണ്ട് നടപ്പാക്കി. ഇതോടൊപ്പം തന്നെ ഹരിത വിപ്ലവം മാത്രമല്ല, ഈ ഹരിത വിപ്ലവത്തോടൊപ്പം തന്നെ ഗ്രീൻ റെവല്യൂഷനൊപ്പം തന്നെ ബ്ലൂ റെവല്യൂഷൻ, വൈറ്റ് റെവല്യൂഷൻ. ഇപ്പം നമ്മുടെ പാലുൽപാദനത്തിൽ നമ്മുടെ രാജ്യം ഇന്ന് ലോകത്ത് 1-ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. വീണ്ടും നിരവധി പദ്ധതികളാണ് ഇപ്പം പാലുൽപാദനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഗുണമേന്മയുള്ള വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആയിട്ട്, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് പാലുമായി ബന്ധപ്പെട്ട് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റി അത് നമുക്ക് സ്വദേശത്തും വിദേശത്തും കയറ്റിയേക്കാൻ തക്ക രൂപത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. അപ്പം ഗ്രീൻ റെവല്യൂഷൻ മാത്രമല്ല, വൈറ്റ് റെവല്യൂഷൻ, ഇതോടൊപ്പം തന്നെ ബ്ലൂ റെവല്യൂഷൻ, നീല വിപ്ലവം. നമ്മുടെ കടലോരത്തുള്ള മത്സ്യത്തൊഴിലാളികൾ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളുണ്ട്. ഏതാണ്ട് 23,000 കോടി രൂപ ആദ്യഘട്ടത്തിൽ അവർക്ക് മത്സ്യസമ്പദാ യോജനയ്ക്ക് വേണ്ടി നീക്കിവെച്ചു. അത് നടപ്പാക്കി അത് വീണ്ടും ആ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്നവർ പറഞ്ഞു. 1,00,000 കോടിയുടെ ഈ സമുദ്ര കയറ്റുമതി, അത് ഇപ്പോൾ ഒരു 40,000 50,000 എത്തി നിൽക്കുന്നത്. അത് 1 കോടി 1,00,000 കോടിയിലേക്ക് ഉയർത്താൻ തീരുമാനിക്കുന്നു. വള്ളവും വലയും ബോട്ടും വാങ്ങാനുള്ള വായ്പ നൽകുന്നു. ഈ തരത്തിൽ ഗ്രീൻ റെവല്യൂഷൻ, വൈറ്റ് റെവല്യൂഷൻ, ബ്ലൂ റെവല്യൂഷൻ, അതായത് ഹരിത വിപ്ലവം, അതുപോലെ തന്നെ വെള്ള വിപ്ലവം, നീല വിപ്ലവം, ഇതെല്ലാം നടപ്പാക്കുകയാണ്. അപ്പോൾ എല്ലാ മേഖലയിലും സ്പർശിച്ചുകൊണ്ടുള്ള വികസനമാണ്. ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്ത് SMEയെക്കുറിച്ച്, അതായത് സൂക്ഷ്മ ലഘു ചെറുകിട വ്യവസായങ്ങൾക്ക് നൽകിയ പ്രോത്സാഹനത്തെക്കുറിച്ചുള്ള ചർച്ച ഞാൻ വരുന്ന സമയത്ത് കേൾക്കുകയുണ്ടായി. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ തൊഴിൽ സേന ഏതാണ്ട് 10-12 കോടി ആളുകളാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ നമ്മുടെ ഉൽപ്പാദനത്തിൻ്റെ വലിയൊരു ശതമാനം ഈ സൂക്ഷ്മ ലഘു ഇടത്തരം ചെറുകിട വ്യവസായങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആ മേഖലയെ സംരക്ഷിക്കാൻ മാത്രമല്ല, കൂടെ ശക്തിപ്പെടുത്താൻ വലിയ പദ്ധതികളാണ്. അവർക്ക് വായ്പ കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു യൂണിറ്റ് കടത്തിലായാൽ ആ കടം പോലും വീട്ടാൻ വേണ്ടിയിട്ടുള്ള വായ്പകൾ നൽകുന്നു. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ എല്ലാ മേഖലയിലും നമ്മുടെ ഓരോ കൈകൾക്കും തൊഴിൽ കൊടുക്കുക, അവരുടെ കൈകളിലേക്ക് പണമെത്തുക, ആ പണം മാർക്കറ്റിലേക്ക് പോകുന്നു. അത് ചാക്രികമായിട്ട് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ, എല്ലാ മേഖലയിലേക്കും പണത്തിൻ്റെ വിതരണം നടത്താനുള്ള ഒരു വലിയ സമ്പദ് വ്യവസ്ഥ, ഒരു സാമ്പത്തിക പ്രോസസ്സ്, അതാണ് നമ്മൾ നടപ്പാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഗുണം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. ഇതിനെക്കുറിച്ച് പിന്നെ പറഞ്ഞത് ആവശ്യമുള്ള പണം കൊടുക്കുന്നില്ല. ഇപ്പോഴേ 86,000, ഞാൻ മനസ്സിലാക്കുന്നത് 86,000 കോടിയായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയുടെ തുക വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല അത് പറഞ്ഞിരിക്കുന്നത് ഇനിയും ആവശ്യമാണെങ്കിൽ ആവശ്യമായ തുക കൊടുക്കാൻ തയ്യാറാകുമെന്നുള്ളതാണ്. കാരണം ദാരിദ്ര്യം ഇല്ലാതാക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഊന്നൽ നൽകുന്ന മേഖലയാണ്. അതുകൊണ്ടാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ തുക വർദ്ധിപ്പിച്ചത്. മാത്രമല്ല ഫെഡറൽ സംവിധാനം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാ സംസ്ഥാനവും വികസിക്കണം. സ്വാഭാവികമായിട്ടും അതിന് നാം ഓർക്കണം, 1,30,000 കോടി രൂപ പലിശരഹിത വായ്പയായിട്ട് സംസ്ഥാനങ്ങൾക്ക് നൽകാൻ കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു. ഞാൻ മനസ്സിലാക്കുന്ന ഏതാണ്ട് 1,00,000 കോടി രൂപ വിവിധ സംസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട്. ഇത്തവണയും നമ്മുടെ സംസ്ഥാനങ്ങളുടെ അടിസ്ഥാന മേഖലയുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പാക്കേജ് എന്നുള്ള നിലയിൽ 1,30,000 കോടി രൂപ
പലിശരഹിത വായ്പയായിട്ട് അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കും. അതുപോലെ നമ്മുടെ തീരദേശത്ത് നമ്മുടെ ഞാൻ നേരെ സൂചിപ്പിച്ചല്ലോ ബ്ലൂ റെവല്യൂഷൻ, അതിന് നമ്മുടെ മത്സ്യബന്ധന മേഖലക്ക് നൽകുന്ന വലിയ കോടികളുടെ നിക്ഷേപം, അതിൻ്റെ ഗുണഭോക്താക്കളാവാൻ നമ്മുടെ കേരളത്തിന് സാധിക്കും. മാത്രമല്ല ടൂറിസം മേഖലക്ക് വലിയ മുന്തിയ പരിഗണനയാണ് ഇപ്പോഴത്തെ ബഡ്ജറ്റിലും നേരത്തെ ബഡ്ജറ്റിലും നൽകിയത്. അതിൽ സ്പിരിച്വൽ ടൂറിസവും കൂടി ഇപ്പം വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ടൂറിസം രംഗത്തുള്ള ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ പദ്ധതികൾ, അതുപോലെ അതിനു വേണ്ടിയുള്ള ധനനിക്ഷേപം, ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളാവാൻ നമ്മുടെ കേരളത്തിന് സാധിക്കേണ്ടതാണ്. അപ്പോൾ കേരളത്തിൻ്റെ, ഞാൻ സൂചിപ്പിക്കുന്നത് കേരളത്തിൻ്റെ അടക്കം വലിയ സമഗ്രമായിട്ടുള്ള വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന് അടിസ്ഥാന മേഖലയുടെ വികസനമാണ്. നമുക്ക് അടിസ്ഥാന മേഖലയുടെ വികസനം നമ്മുടെ ഏതാണ്ട് ഓരോ ബഡ്ജറ്റിലും ഏതാണ്ട് 30-35% വർധനവാണ് വരുത്തിയിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്ന ഇത്തവണത്തെ ഈ ബഡ്ജറ്റിൽ ഏതാണ്ട് 15 ലക്ഷം കോടിയിലധികം രൂപ അടിസ്ഥാന മേഖലയുടെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. ഇപ്പോൾ കേരളത്തിൽ 68,000 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ 6 വരി ദേശീയപാത പണിയുന്നത്. ഇപ്പോൾ ഇതൊന്നും നമ്മുടെ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ളതൊന്നും ഈ വിദ്യാഭ്യാസവും വിവരമുള്ള ഒരു കേരളീയനും വിശ്വസിക്കാൻ പോകുന്നില്ല. കാരണം ഒരു കാര്യം, ഇപ്പോൾ അടുത്ത ദിവസം DYFIക്കാർ മനുഷ്യച്ചങ്ങല കെട്ടി കേന്ദ്ര അവഗണനക്കെതിരായിട്ട്. കേന്ദ്ര ഗവൺമെൻറ് 68,000 കോടി ചെലവഴിച്ച് പണിയുന്ന ദേശീയപാതയിൽ നിന്നുകൊണ്ടാണ് DYFIക്കാർ പറയുന്നത് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന്. ഇക്കാര്യത്തിൽ ആരാണ് വിശ്വസിക്കാൻ വേണ്ടി പോകുന്നത്? വിശ്വസിക്കാൻ വേണ്ടി പോകുന്നത് നരേന്ദ്രമോദിയുടെ, നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടി ജനങ്ങൾക്ക് അനുഭവവേദ്യമാണ്. മാത്രമല്ല പറഞ്ഞു 3 കോടി വീടുകൾ പാവപ്പെട്ടവർക്ക് വേണ്ടി ഇതുവരെ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും 2 കോടി വീടുകൾ നിർമ്മിക്കാൻ വേണ്ടി പോകുന്നു. എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കും. ജൽജീവൻ മിഷനിലൂടെ എല്ലാ വീടുകളും എത്തിക്കാൻ തീരുമാനിച്ചു. ഇപ്പോഴേ ഇനി ടാർഗറ്റ് അടുത്ത 5 വർഷത്തിനുള്ളിൽ മുഴുവൻ ടാർഗറ്റും പൂർത്തീകരിക്കും. അതേപോലെ എല്ലാ വീടുകളിലും വെളിച്ചം എത്തിക്കും. അതും ഇപ്പോൾ പൂർണ്ണമായിട്ട് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ വീടുകളിലും വെള്ളവും വെളിച്ചവും എത്തിക്കാൻ വേണ്ടി പോകുന്നു. ഇതിനപ്പുറത്താണ് മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തിയത്. 1 കോടി വീടുകളിൽ നമ്മുടെ പുരയിട സോളാർ വൈദ്യുതി ഉൽപ്പാദനം എന്നുള്ളത്. 1 കോടി വീടുകൾക്ക് അവരുടെ പുരയിൽ നിന്നുകൊണ്ട് വീട്ടിൻ്റെ മേൽക്കൂരയിൽ സോളാർ ഉപകരണങ്ങൾ ഘടിപ്പിച്ചുകൊണ്ടുള്ള വൈദ്യുതി ഉൽപ്പാദനം. ഇത് മുതൽ ഓരോരാൾക്കും ഒരു വർഷം 15,000 മുതൽ 25,000 രൂപ വരെ ലാഭിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഒന്നും നമ്മൾ ഓർക്കണം, നമ്മുടെ സർവാംഗീണവും സർവാശ്ലേഷിയുമായ വളർച്ച, ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയെ മാറുന്നു. ഒരു വർഷം കൊണ്ട് 3ാമത്തെ സാമ്പത്തിക ശക്തി, 47-ൽ 1ാമത്തെ സാമ്പത്തിക ശക്തി. ഇതെല്ലാം നമുക്ക് സൂചിപ്പിക്കുന്നത് ഭാരതം ഒരു വികസിത രാഷ്ട്രമായി മാറുന്നു. അതിന് ആധാരമായിട്ടുള്ള ഒരു റോഡ് മാപ്പാണ് ഇന്ന് ധനമന്ത്രി ലോകസഭയിൽ അവതരിപ്പിച്ചത് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാവില്ല. അതുകൊണ്ട് രാഷ്ട്രവികസനത്തിനാണ് നാം ഊന്നൽ നൽകുന്നത്, ജനക്ഷേമത്തിനാണ് ഊന്നൽ നൽകുന്നത്. ഇതോടൊപ്പം ധനമന്ത്രി അയോധ്യയിൽ നടന്നിട്ടുള്ള ഈ പ്രാണപ്രതിഷ്ഠയും കൂടി സൂചിപ്പിച്ചു. ഇന്നൊരു കാര്യം വ്യക്തമാകുന്നത്, നാം ഊന്നൽ നൽകുന്നത് രാഷ്ട്രവികസനത്തിന്, നാം ഊന്നൽ നൽകുന്നത് ജനക്ഷേമത്തിന്. പക്ഷേ ഈ ജനക്ഷേമവും രാഷ്ട്രവികസനവും എല്ലാം ഉണ്ടാകേണ്ടത് നമ്മുടെ അസ്മിതയുടെ, നമ്മുടെ സംസ്കൃതിയുടെ, നമ്മുടെ തനിമയുടെ, നമ്മുടെ സ്വത്വത്തിൻ്റെ ആധാരത്തിലാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാരതം വളർന്നു വരേണ്ടത്. ഭാരതമായിട്ടാണ് മാറേണ്ടത്. ഭാരതമായി മാറണം. ഭാരതം വിശ്വഗുരുവായി മാറണം. അതുകൊണ്ട് വികസനം വേണം, ജനക്ഷേമം വേണം. പക്ഷെ ഇതെല്ലാം കൈവരിക്കേണ്ടത് നമ്മുടെ സമ്പന്നമായിട്ടുള്ള സംസ്കൃതിയുടെ, പാരമ്പര്യത്തിൻ്റെ ആധാരത്തിലാണ്. അതുകൊണ്ടാണ് നാം ഈ അയോധ്യയും കൂടി നിർമ്മലാ സീതാരാമൻ അതിൽ പരാമർശിക്കാൻ കാരണം. നമ്മുടെ മാനബിന്ദുക്കളിൽ ഒന്നാണ് അയോധ്യ. ആ അയോധ്യയിലെ രാമജന്മഭൂമിയിൽ ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തുന്നതോട് കൂടിയിട്ട് നമ്മുടെ 140 കോടി ജനങ്ങളുടെ ആത്മാഭിമാനം, ദേശീയ ബോധം അതുയർത്താൻ സാധിക്കും
എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു പുതിയ ഭാരതം കെട്ടിപ്പടുക്കാൻ ഉതകുന്ന രീതിയിലുള്ള റോഡ് മാപ്പാണ് നമ്മുടെ ധനമന്ത്രി അവതരിപ്പിച്ചത്.